അതെ ചേട്ടാ, ഈ സ്ത്രീ ഇതുവഴി എങ്ങാനും പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഇവര് തന്നെ ആണോന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷേ ഏകദേശം ഇവരെ പോലുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചാ കണ്ടിട്ടുള്ളേ? ഈ പരിസരത്തൊക്കെ തന്നെയാ. അവരെവിടെയാ താമസിക്കുന്നേന്നറിയോ? അതറിയത്തില്ല. ഇവിടുന്ന് നേരെ അങ്ങോട്ട് ചെന്ന MRG കോളനി, അതിനകത്തായിരിക്കും ചിലപ്പോ. ശരി, വലിയ ഉപകാരം ചേട്ടാ. ചേച്ചി, സുന്ദരി ചേച്ചി, അതെ ചേച്ചി, അവിടെ നിക്ക്. അതെ, അവൾ എന്നെ തേടി വന്നിരിക്കുന്നേ. ഒരു കാരണവശാലും അവൾ എന്നെ കാണരുത്. വേഗം പോയി തല്ലി ഓടിക്ക്. എന്റെ ഭഗവാനെ, അത് സുന്ദരി ചേച്ചി തന്നെയാ. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് കാണിച്ചു തരണേ. ഞാൻ എവിടുന്ന് വന്നാലും തനിക്ക് എന്താ? നീ എവിടുന്ന് വായിക്കോ, പക്ഷെ MRG കോളനി കയറി കളിക്കണ്ട. ആഹാ, അത് പറയാൻ താനാരാ? അണ്ണാ, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്ക്. അതെ, ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് ഒരാളെ അന്വേഷിച്ച് നടക്കുക. വെറുതെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. ഒരാളെയും കാണില്ലേ നീ? എന്റെ അമ്മേ, അതെന്തായാലും പ്രശ്നമാവും. എന്താ മോളെ? ചേട്ടന്മാരെ, എന്നെ രക്ഷിക്കണം. അവന്മാർ എന്നെ പിടിക്കാൻ വരിക. ഏതാണോ അവന്മാര്? മോളെ ഇങ്ങോട്ട് കയറിയെന്നോ? അമ്മാരെ കാര്യം ഞങ്ങള് നോക്കണം. ചെല്ലേ. എന്തിനാ ഈ പെൺകുട്ടിയെ നിങ്ങൾ ഓടിക്കുന്നേ? ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ, കയ്യും കാലും ഞങ്ങൾ കൊത്തിയരിയും. എന്താടാ നോക്കിയിരിക്കുന്നത്? പോടാ. വലിയ ഉപകാരം ചേട്ടാ. എത്തിത്തൊടാൻ. മോളെ, മമ്മി, എന്താ മമ്മി? മമ്മി വിളിച്ചത് ഞാൻ കേട്ടില്ല, അതല്ലേ? മമ്മിക്ക് മോളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? നമ്മൾ കാണുന്ന ചില ആളുകള് ജെനുവിനാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ ആ ജെനുവിനിറ്റി ചിലർ നന്നായിട്ട് അഭിനയിക്കും. ജീവിതകാലം മുഴുവനും ഒപ്പം നടക്കാനുള്ളൊരു ഭർത്താവിനെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നിന്നെ പലതവണ താഴ്ത്തിക്കെട്ടിയ ഒരാള് ബോധപൂർവ്വം നിന്റെ മുന്നിൽ നല്ലവൻ ചമയുന്നായിക്കൂടെ? മമ്മി, മോളെ, നമുക്ക് ഈ ബന്ധം കാര്യമായിട്ട് ഒന്നുകൂടെ ആലോചിക്കേണ്ടി വരും. എന്തിന്? മമ്മിക്ക് മാത്രമേ ആളുകളെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളോ? എനിക്കെന്താ ഒരാളെ തിരിച്ചറിയില്ലേ? മമ്മി കരുതുന്ന ആളല്ല നവി. ഹിസ് സംതിങ് ഡിഫറെന്റ്. മമ്മി എനിക്ക് തരുന്ന സ്നേഹവും വാത്സല്യവും നവീൻ എനിക്ക് തരുന്നുണ്ട്. ഒരു ബ്രദർ എത്ര കെയർ തരണോ അത്രയും കെയർ ഉണ്ട്. ഒരു ലവബിൾ ആയ ഹസ്ബൻഡ് എങ്ങനെയായിരിക്കോ അത്രയും പ്രണയമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ഒരച്ഛൻ തരേണ്ട സെക്യൂരിറ്റി ഉണ്ട്. ലവബിൾ ആൻഡ് അഫെക്ഷനേറ്റ്. ഇതിൽ കൂടുതൽ എന്ത് ക്വാളിറ്റിയാ എന്റെ ഹസ്ബൻഡിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കേണ്ടത്? പക്ഷെ മോളെ, നവീനെ ഞാൻ തേടി പിടിച്ചതല്ല, മമ്മി എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നതാ.